അടിയന്തര പ്രമേയത്തിൽ മൂന്നാം ദിവസവും അടിതെറ്റി പ്രതിപക്ഷം. സംസ്ഥാനത്ത് അതിരൂക്ഷ വിലക്കയറ്റമെന്ന് ആരോപിച്ച് പി.സി. വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ ഓണക്കാലത്തെ സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിനെ പ്രതിപക്ഷ നേതാവ് പോലും അഭിനന്ദിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രി ജി.ആർ. അനിലിന്റെ മറുപടി. ഓണത്തിന് ഒരു മണി അരി പോലും കേന്ദ്രം തന്നില്ലെങ്കിലും എല്ലാ കാർഡുടമകൾക്കും അധികാരി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനമാണ് കേരളം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. നമ്മളിവിടെ ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ കണക്കെടുത്തിട്ടാണ് വിലക്കയറ്റത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഏജൻസികൾ കണക്കെടുക്കുന്നത്. സർ, അത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 9 മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം ഒന്നാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോകാണ്. എന്നാൽ ചർച്ച പുരോഗമിക്കവേ പണപ്പെരുപ്പത്തിന്റെ കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഇടത് സർക്കാരാണെന്ന് താൻ പറയില്ലെന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വന്നു. ഗതികേട് ഇങ്ങനെ ആളുകൾ വല്ലാതെ വിഷമിച്ച് വല്ലാതെ കഷ്ടപ്പെടും, അതിന്റെ നമ്പർ കൂടുക. ഞാനിത് ഒബ്സർവ് ചെയ്തിട്ട് പറയാം. ഞാനിത് രാഷ്ട്രീയമായിട്ടല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. നിങ്ങളുടെ ഗവൺമെന്റ് വന്നുകൊണ്ടാണ്, അതല്ല എന്റെ പോയിന്റ്. ഭയങ്കരമായി ഒരു ഇടത്തരം ആളുകളുടെയും സാധാരണക്കാരന്റെയും ജീവിത ദുരിതം വല്ലാതെ വർദ്ധിക്കുകയാണ്. അതേസമയം ഓണക്കാലത്തെ സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിനെ പ്രതിപക്ഷ നേതാവ് പോലും അഭിനന്ദിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രി ജി.ആർ. അനിലിന്റെ മറുപടി. പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ. അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ നന്ദി പറയുകയാണ്. കർഷക ചന്തകളിലും ഓണച്ചന്തകളിലുമായുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കൂടി വിശദീകരിച്ചതോടെ പ്രതിപക്ഷം കുഴങ്ങി. സാർ, ഇത്തവണ ഓണവുമായി ബന്ധപ്പെട്ട് ഇവിടെ മന്ത്രി സൂചിപ്പിച്ചല്ലോ, 2000 കർഷക ചന്തകളാണ്. അത് കർഷകരിൽ നിന്ന് സംഭരിച്ചത് 1193 ടൺ പഴങ്ങളും പച്ചക്കറിയും കൃഷി വകുപ്പ് സംഭരിച്ചു. 10% വില കൂട്ടി കർഷകന് കൊടുത്തു, 30% വില കുറച്ച് ഉപഭോക്താക്കൾക്ക് കൊടുത്തു. ഏത് ഗവൺമെന്റാണ് സാർ ഇങ്ങനെ ഇടപെടുന്നത്? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്ന കാര്യം പറയാൻ കഴിയുമോ? മന്ത്രി കൃത്യമായി മറുപടി നൽകിയില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.